ചേരിപ്പോരിൽ അടിപതറി പാലക്കാട്ടെ ഇടതുമുന്നണി. സിപിഎമ്മും സിപിഐയും നേരിടുന്നത് വൻ പ്രതിസന്ധി. LDF നേതൃനിരയിലെ ചേരിപ്പോരിലും അച്ചടക്ക നടപടികളിലും ആടി ഉലയുകയാണ് പാലക്കാട് ജില്ലയിലെ ഇടതുമുന്നണി. പ്രധാന ഘടകകക്ഷികളായ CPIയും CPMും ഒരുപോലെ നേതാക്കളുടെ ചേരിപ്പോരിൽ പ്രതിസന്ധി നേരിടുകയാണ്. കഴിഞ്ഞ ദിവസം CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയുമായ PK ശശിക്കെതിരെ നടപടിയെടുത്തെന്നും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടെന്നുമുള്ള വാർത്ത മണിക്കൂറുകൾ തികയും മുൻപേ നേതാക്കൾ നിഷേധിച്ചെങ്കിലും മണ്ണാർക്കാട് ഇടതുമുന്നണിയെ ശോഷിപ്പിക്കുന്ന തരത്തിലേക്ക് വളർന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പൊതു ഇടങ്ങളിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. മണ്ണാർക്കാട്ടെ CPMൽ കാലങ്ങളായി വിഭാഗീയതയും വെട്ടിനിരത്തലുമെല്ലാം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഈ ചേരിപ്പോര് സ്വാധീനിച്ചതായി പരാതി ഉയർന്നിരുന്നു. CPMന്റെ സംഘടനാ അച്ചടക്കത്തെ നോക്കുകുത്തിയാക്കുന്ന തരത്തിൽ ഇത്തരം ചേരിതിരിഞ്ഞുള്ള വിഴുപ്പലകൾ പരസ്യമായി പുറത്തു വരുന്നുണ്ടെന്ന് മാത്രമല്ല പലപ്പോഴും കയ്യാങ്കളിയിലും എത്തിയിട്ടുമുണ്ട്. നേരത്തെ രഹസ്യമായി സംഘടനാ തിരഞ്ഞെടുപ്പിൽ വെട്ടിനിരത്തലായിരുന്നെങ്കിൽ ഇപ്പോൾ അഴിമതി ആരോപണങ്ങളും പരാതികളും അങ്ങാടിപ്പാട്ടായിരിക്കുകയാണ്. പാർട്ടിക്കകത്ത് ശക്തനായിരുന്ന PK ശശിയുടെ തട്ടകമായ മണ്ണാർക്കാട് വിശ്വസ്തരെന്ന് കരുതിയിരുന്നവർ കളം മാറിയതോടെ നിലവിൽ പാർട്ടി 2 ചേരിയിലാണ്. ഈ ചേരിതിരിവ് ഉയർത്തിവിട്ട അഴിമതി ആരോപണങ്ങളും പാർട്ടി ഘടകങ്ങളിലും അല്ലാതെയും നൽകിയ പരാതികളും പാർട്ടിയുടെ അഭിമാന സ്ഥാപനങ്ങളെ പോലും സംശയത്തിന്റെ കരിനിഴലിലാക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണപരമായ കാര്യങ്ങൾ കോടതി കയറുന്ന സാഹചര്യവും ഉണ്ടായി. നിലവിൽ CPIയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. CPIയിൽ മണ്ണാർക്കാട്ട് നിന്നും ഉടലെടുത്ത തർക്കങ്ങൾ അവസാനം പാലക്കാട് ജില്ലയിൽ സേവ് CPI ഫോറം രൂപവൽക്കരിക്കുന്നതിൽ എത്തി നിൽക്കുകയാണ്. AIYF വനിതാ നേതാവിന്റെ മരണം സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങളും CPIക്ക് വല്ലാത്ത തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ചേരിതിരിഞ്ഞുള്ള വിഴുപ്പലക്കുകൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇടത് അനുഭാവികൾ.